ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല, പഠിപ്പിക്കാൻ അറിയാവുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ അറിയില്ല. കോടിക്കണക്കിന് രൂപയുടെ PNL കാണിക്കുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പോലും പ്രോഫിറ്റിലായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ NSEയുടെ കണക്ക് പ്രകാരം 93%, 90% എന്നുള്ള ലോസിൽ ആൾക്കാർ പോകുന്നത് കുറയുമായിരുന്നു അല്ലേ? 85%, 80% എന്നെ ലോസ് കുറവുള്ള ആൾക്കാർ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ ലോസിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ബേസിക് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ തന്നെ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി നിങ്ങൾ സ്വയമായി ഓരോരുത്തർക്കും പ്രത്യേകം സ്ട്രാറ്റജി ഉണ്ടാക്കും. അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിൽ മാസ്റ്റർ ആവുക, പ്രോഫിറ്റിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി മാത്രം പഠിക്കുക, അതിന് മാത്രം കണ്ടിന്യൂ ചെയ്യുക, അതുമാത്രം പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുകയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. എങ്കിൽ നിങ്ങൾക്ക് ലോസ് വരും. അപ്പോൾ മാർക്കറ്റ് സ്ട്രഗിളായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ട്രേഡുകൾ മാത്രം ചെയ്യുക. ഇപ്പോൾ ട്രേഡിങ് ചില ഓപ്ഷനൊക്കെ പ്രത്യേകിച്ച് മോശമായത് കൊണ്ടാണ് ആൾക്കാർ ഗോൾഡിലേക്ക് പോകുന്നത്. ഗോൾഡ് ഇൻവെസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ വില ക്രമാതീതമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ട്രേഡ് ചെയ്യുക. ഓക്കെ, ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല, പഠിപ്പിക്കാൻ അറിയാവുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ അറിയില്ല. കോടിക്കണക്കിന് രൂപയുടെ PNL കാണിക്കുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പോലും പ്രോഫിറ്റിലായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ NSEയുടെ കണക്ക് പ്രകാരം 93%, 90% എന്നുള്ള ലോസിൽ ആൾക്കാർ പോകുന്നത് കുറയുമായിരുന്നു അല്ലേ? 85%, 80% എന്നെ ലോസ് കുറവുള്ള ആൾക്കാർ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ ലോസിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ബേസിക് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ തന്നെ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി നിങ്ങൾ സ്വയമായി ഓരോരുത്തർക്കും പ്രത്യേകം സ്ട്രാറ്റജി ഉണ്ടാക്കും. അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിൽ മാസ്റ്റർ ആവുക, പ്രോഫിറ്റിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി മാത്രം പഠിക്കുക, അതിന് മാത്രം കണ്ടിന്യൂ ചെയ്യുക, അതുമാത്രം പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുകയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. എങ്കിൽ നിങ്ങൾക്ക് ലോസ് വരും. അപ്പോൾ മാർക്കറ്റ് സ്ട്രഗിളായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ട്രേഡുകൾ മാത്രം ചെയ്യുക. ഇപ്പോൾ ട്രേഡിങ് ചില ഓപ്ഷനൊക്കെ പ്രത്യേകിച്ച് മോശമായത് കൊണ്ടാണ് ആൾക്കാർ ഗോൾഡിലേക്ക് പോകുന്നത്. ഗോൾഡ് ഇൻവെസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ വില ക്രമാതീതമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ട്രേഡ് ചെയ്യുക. ഓക്കെ.